ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. ഷിയാബ്സ് അക്കാഡമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതും വാറ്റിനെ കുറിച്ചാണ്. വാല്യൂ ആഡഡ് ടാക്സ്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്തൊരു കാര്യമാണ്, എന്താണ് വാറ്റ്, വാറ്റിനെ കുറിച്ചൊന്ന് പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ വാറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും റെഡിയല്ലേ? നമുക്ക് വാറ്റ് പഠിക്കാം. വാല്യൂ ആഡഡ് ടാക്സ്. വെൽക്കം ബാക്ക്. ഷിയാബ്സ് അക്കാഡമീസ് ലേൺ ടാലി ഇൻ സിമ്പിൾ മെത്തേഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാറ്റ് ആണ്, വാല്യൂ ആഡഡ് ടാക്സ്. എങ്ങനെയാണ് നമ്മളെ വാറ്റ് ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ വാറ്റ് നമുക്ക് എങ്ങനെയാണ് ടാലിയിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, വാറ്റിൻ്റെ ജേണൽ എൻട്രീസ് ഒക്കെ എന്തൊക്കെയാണ്, പർച്ചേസ് ചെയ്യുമ്പോഴും സെയിൽ ചെയ്യുമ്പോഴും വാറ്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതാണ് നമ്മളിന്ന് ടാലി പ്രൈമിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻവെസ്റ്റഡ് ഇൻ ടു ബിസിനസ് ₹1 lakh. നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അത് F6 റെസിപ്റ്റ് വൗച്ചറിലാണെന്നറിയാം. പർച്ചേസ് 5% ഗുഡ്സ് ഫോർ ക്യാഷ് ₹12,000. നമ്മളിവിടെ 5% ഗുഡ്സ്, അതായത് 12,000 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതിൽ 5% ടാക്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സ്, പർച്ചേസ് അറ്റ് 5% അക്കൗണ്ട് അറ്റ് 12,000, ഇൻപുട്ട് വാറ്റ് അറ്റ് 5% അക്കൗണ്ട് അറ്റ് 600. 12,000ൻ്റെ 5% 600 ആണ് നമ്മൾ വാറ്റ് ആയിട്ട് കൊടുക്കുന്നത്, ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. അതിന് വിളിക്കുന്ന പേര് ഇൻപുട്ട് വാറ്റ് എന്നാണ്. ടു ക്യാഷ് 12,600. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ടാലിയിൽ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ടാലി പ്രൈം ഓപ്പൺ ചെയ്യുന്നു. ടാലി പ്രൈം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി ക്രിയേഷനിൽ വരുന്നിട്ട് വാറ്റ്, ഇപ്പം ഞാൻ എക്സാമ്പിൾ വാറ്റ് എന്നും പറഞ്ഞിട്ട് ഇന്ന് ഞാനൊരു കമ്പനിയുടെ പേര് കൊടുക്കുകയാണ്. മെയിലിംഗ് നെയിം വാറ്റ്, സ്റ്റേറ്റ് കേരള ഞാൻ സെലക്ട് ചെയ്യുകയാണ്, ഇന്ത്യ. ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം 1 April 2021. ദെൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരും. കൂടാതെ നമുക്ക് കമ്പനി ഫീച്ചേഴ്സിൽ എന്തൊക്കെ എനേബിൾ ചെയ്യണമെന്ന് ചോദിക്കും. ഇപ്പം മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി ഏസ് ആണ്, ബിൽ വൈസ് ഏസ് ആണ്. ഇൻവെൻട്രി എന്ന് പറയുന്ന ഭാഗം നമ്മളിതിൽ ചെയ്യുന്നില്ല, സോ അത് നോ കൊടുക്കുന്നു. എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST ആണ് ചോദിച്ചിരിക്കുന്നത്, അത് ഞാൻ നോ ചെയ്യുന്നു. നമുക്കിവിടെ വാറ്റ് ആണ് എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് എന്നുള്ള ഏസ് ആക്കുന്നു. ഏതാണ് സ്റ്റേറ്റ്? ഇപ്പോൾ കേരളത്തിലൊക്കെ GST ആയതുകൊണ്ട് നമ്മളിപ്പം കേരള എന്നാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അവിടെ ടിൻ നമ്പർ ഉണ്ടാവും, നമ്മുടെ ഫേമിൻ്റെ വാറ്റ് ടിൻ നമ്പർ എൻ്റർ ചെയ്യുക, ദെൻ നമ്മളത് സേവ് ചെയ്യുക. ബാക്കിയുള്ള ഇൻഫോർമേഷൻ കൊടുക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ ആക്സസ് ഏസ് കൊടുക്കുക, ദെൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരും. ദെൻ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത് Alt+C എന്നുള്ള ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ടാണ്. എങ്കിലും ഞാൻ ലെഡ്ജർ ഒന്ന് സ്പെസിഫിക് ആയിട്ടൊന്ന് ഞാൻ പറയുകയാണ്. നമുക്ക് പർച്ചേസ് ഉണ്ട്, പർച്ചേസ് 5% ആണ് അല്ലേ, പർച്ചേസ് അറ്റ് 5% എന്ന് ഞാൻ കൊടുക്കുന്നു. അണ്ടർ പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്, അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവിടെ വാറ്റ് ഓർ CST ആപ്ലിക്കബിൾ എന്ന് ചോദിക്കുന്നുണ്ട്, അത് ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ഓർ ഓൾട്ട് വാറ്റ് ഡീറ്റെയിൽസ് അത് ഏസാക്കുന്നു. ഏസാക്കി കഴിയുമ്പോൾ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ചോദിക്കും. ആ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ്റെ അവിടെ അൺഡിഫൈൻഡ് എന്നായിരിക്കും. അത് നമ്മൾ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ കാണാം. ഏത് ടൈപ്പ് ഓഫ് പർച്ചേസ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇൻഡർസ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, എക്സെംപ്റ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ പർച്ചേസ് ടാക്സബിൾ ആണ്, സോ പർച്ചേസ് ടാക്സബിൾ സെലക്ട് ചെയ്യുന്നു. വാറ്റ് റേറ്റ് 5%, 5 എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ടാക്സബിൾ എന്നുള്ള പറഞ്ഞ ഇൻഫർമേഷൻ വരും. ദെൻ ആ ഒരു പർട്ടിക്കുലർ പർച്ചേസ് വൗച്ചർ പർച്ചേസ് ലെഡ്ജർ നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ടാക്സിന് പറയുന്ന പേര് ഇൻപുട്ട് ടാക്സ് എന്നാണ്. ഇൻപുട്ട് വാറ്റ്, ഇൻപുട്ട് വാറ്റ് അറ്റ് 5% അത് ഞാൻ കൊടുക്കുന്നു. ഇൻപുട്ട് വാറ്റ് 5% കൊടുക്കുന്നു അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്. അപ്പോൾ ടാക്സസ് എപ്പോഴും നമ്മൾ ഏതിൻ്റെ അണ്ടറിലാണ് കൊടുക്കുന്നത്? അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ആണ്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓഫ് ടാക്സ് അവിടെ നമുക്ക് ചോദിക്കും. അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വാറ്റ് സെലക്ട് ചെയ്യുക, പെർസെൻറ്റേജ്
5% ആണ്. ആ 5% നമ്മൾ അവിടെ ഇൻപുട്ട് ചെയ്തു, ദെൻ സേവ് ചെയ്തു. അപ്പോൾ പർച്ചേസിൻ്റെ ലെഡ്ജറും പർച്ചേസിൻ്റെ ടാക്സും ഇൻപുട്ട് വാറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പർച്ചേസ് 5%-ലാണ് പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതും 5%-ലാണ്. അപ്പോൾ നമുക്ക് സെയിൽസ് എന്ന് പറയുന്ന സെയിൽസ് അറ്റ് ദ റേറ്റ് 5% എന്ന് പറയുന്ന ഒരു ലെഡ്ജറും കൂടെ നമ്മൾ ചെയ്യാൻ പോവാണ്. സെയിൽസ് അറ്റ് ദ റേറ്റ് 5% അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഇവിടെ വാറ്റ് ഓർ CST ആപ്ലിക്കബിൾ ആണ്. സെറ്റ് ടോട്ടൽ വാറ്റ് ഡീറ്റെയിൽസ് ഏസ് കൊടുക്കുക. ഇവിടെ വീണ്ടും അൺഡിഫൈൻഡ് വരും. അവിടെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സെയിൽസ് ആണ്, സെയിൽസ് ടാക്സബിൾ എന്നുള്ളത് കൊടുക്കുന്നു. 5% ടാക്സബിൾ സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ സെയിലിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ട് ടാക്സ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സും കൂടെ നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് അറ്റ് ദ റേറ്റ് 5% അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്. VAT 5% നോട്ട് ആപ്ലിക്കബിൾ, അക്സെപ്റ്റ് ചെയ്തു. അതും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ട്രാൻസാക്ഷനിലേക്ക് പോവാം. ഞാൻ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു, അക്കൗണ്ടിങ് വൗച്ചർ. ഫസ്റ്റ് ട്രാൻസാക്ഷൻ F6 റെസിപ്റ്റ് ആയിരുന്നു ഇല്ലേ? ക്രെഡിറ്റ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ക്യാപിറ്റൽ ഓൾട്ട് C ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ക്യാപിറ്റൽ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ട്, സേവ് ചെയ്യുന്നു. എമൗണ്ട് 1 lakh കൊടുക്കുന്നു, ഡെബിറ്റ് ക്യാഷ്, സേവ് ചെയ്യുന്നു. അടുത്തത് നമ്മുടെ പർച്ചേസ് ആയിരുന്നു, F9 പർച്ചേസ്. F9 പർച്ചേസ് എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ചേഞ്ച് മോഡ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ ചേഞ്ച് മോഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ് വൗച്ചർ മോഡും ചെയ്യാം, അല്ലെങ്കിൽ അക്കൗണ്ട് ഇൻവോയ്സ് മോഡും ചെയ്യാം. ആസ് വൗച്ചർ മോഡ് അറിയാം, പർട്ടിക്കുലേഴ്സ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. ചേഞ്ച് മോഡിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ഇൻവോയ്സ് മോഡ് തന്നെ എടുക്കുകയാണ്, അക്കൗണ്ട് ഇൻവോയ്സ് മോഡ്. അപ്പോൾ സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ ഒന്നും ഇല്ല. സോ പാർട്ടീസ് നെയിമിൻ്റെ അവിടെ ക്യാഷ് എന്ന് കൊടുക്കുന്നു. പർച്ചേസ് അറ്റ് ദ റേറ്റ് 5%, അവിടെ 12,000 എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ തൊട്ട് താഴെ ഇൻപുട്ട് വാറ്റ് 5%. നോക്കൂ, 12,000 പ്ലസ് 600, ടോട്ടൽ 12,600 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂമായി. ഇവിടെ പ്രൊവൈഡ് വാറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഏസാക്കി കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ടാക്സസ് ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 എന്ന് ഞാൻ കൊടുക്കുന്നു, ഫസ്റ്റ് ഏപ്രിൽ എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ചേഞ്ച് മോഡിലേക്ക് പോയിട്ട് ആസ് വൗച്ചർ മോഡേക്ക് മാറ്റുകയാണെങ്കിൽ നോക്കിയേ എന്താണ് വ്യത്യാസം. ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 12,000, ഇൻപുട്ട് വാറ്റ് 5% 600, ടു ക്യാഷ് 12,600 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ കാണാം. ഇതങ്ങ് സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. സോൾഡ് 5% ഗുഡ്സ് ഫോർ ക്യാഷ് 15,000. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ടു ഔട്ട്പുട്ട് വാറ്റ് 5%. F8 സെയിൽസിലാണ് കൊടുക്കേണ്ടത്. അപ്പം ടോട്ടൽ എമൗണ്ട് വരുന്നത് 15,750 ആണ്. ഇത് നമ്മൾ എങ്ങനെ വൗച്ചറിലേക്ക് കൊടുക്കും നോക്കൂ. F8 സെയിൽ പ്രസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ഇൻവോയ്സ് മോഡ് തന്നെയാണ്, അതായത് അക്കൗണ്ട് ഇൻവോയ്സ് മോഡ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പാർട്ടീസ് നെയിം ക്യാഷ്, പർട്ടിക്കുലേഴ്സിൻ്റെ അവിടെ സെയിൽസ് 5%, അവിടെ 15,000 എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഔട്ട്പുട്ട് വാറ്റ് 5%, അവിടെ 750 വന്നു. ഇനി നമ്മളിത് ചേഞ്ച് മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, ആസ് വൗച്ചർ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നോക്കിയേ, നമ്മൾ നേരത്തെ ജേണൽ എൻട്രി എഴുതിയേക്കുന്ന അതേ മെത്തേഡിൽ തന്നെ കാണാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 5% ടു ഔട്ട്പുട്ട് വാറ്റ് 5%. ഓക്കെ, ഇനി നോക്കൂ, ഇതിൻ്റെ ട്രാൻസാക്ഷനിലേക്ക് നമുക്ക് പോകാം. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാല്യൂ കാണാം. നമുക്ക് 150 റുപ്പീസിൻ്റെ ഒരു കറണ്ട് ലയബിലിറ്റി ഉണ്ട് ഇല്ലേ? ക്യാപിറ്റൽ 1 lakh വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പർച്ചേസ് 12,000ഉം സെയിൽസ് 15,000 വന്നിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ടാക്സിൻ്റെ വാല്യൂ ഒന്നുമില്ല ഇല്ലേ? P&L അക്കൗണ്ടിൽ ടാക്സിൻ്റെ വാല്യൂ നമുക്ക് കാണൂല. പക്ഷെ ടാക്സിൻ്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ എവിടേക്ക് പോകണം? ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ അക്കൗണ്ട് ബുക്ക് എടുക്കുക. അക്കൗണ്ട് ബുക്കിൽ സെയിൽസ് രജിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ 15,750 കാണാം. അതുപോലെ തന്നെ പർച്ചേസ് രജിസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ 12,600 കാണാം. നമുക്കിത്
ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വൗച്ചറിലൂടെയാണ് വാറ്റിൻ്റെ ഈ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. വാറ്റിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് 750 റുപ്പീസ്. ഒന്നുകൂടെ കാണിച്ചു തരാം. അക്കൗണ്ട് ബുക്കിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് രജിസ്റ്റർ അവിടെ എത്രയുണ്ട്? 12,000 + 600, 12,600. 600 ആണ് നമ്മുടെ ടാക്സ്, ഇൻപുട്ട് ടാക്സ്. സെയിൽസ് രജിസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 15,750, അതായത് 15,000 സെയിൽസ് വാല്യൂവും 750 റുപ്പീസ് ടാക്സും. അപ്പം 750 റുപ്പീസ് നമുക്ക് ടാക്സ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. 600 റുപ്പീസ് നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം 150 റുപ്പീസ്. ആ 150 റുപ്പീസാണ് നമ്മളിവിടെ ബാലൻസ് ഷീറ്റിൽ കണ്ടത്. ഈ 150 റുപ്പീസ് കണ്ടോ? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് 750, 600. ഒന്നുകൂടെ നോക്കിയാൽ കാണാം, ഔട്ട്പുട്ട് 750, ഇൻപുട്ട് 600. ഇതിൻ്റെ വ്യത്യാസമാണ് നമ്മളവിടെ കണ്ടത്. അതുകൂടാതെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിനകത്ത് വാറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. വാറ്റ് റിപ്പോർട്ടിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഹെൽപ്പ് ഇൻഫർമേഷൻ ആണ് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് എഡ്യൂക്കേഷണൽ മോഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനത് നോ ചെയ്യുകയാണ്. അതിനകത്ത് ഇൻഫർമേഷനൊക്കെ കാണേണ്ടേനെ. ഓക്കെ, ഞാൻ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എങ്ങനെയാണെന്ന് ഞാൻ പറയാം. വാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി: ഔട്ട്പുട്ട് വാറ്റ് 5% അക്കൗണ്ട് ഡെറ്റർ 750, ടു ഇൻപുട്ട് വാറ്റ് 5% 600, ടു വാറ്റ് പേയബിൾ 150. ഈ വാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ വാറ്റ് ട്രാൻസാക്ഷനകത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർക്കാനുള്ളത്. ഇപ്പം ഞാൻ പർച്ചേസ് 5% മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ഏത് ടാക്സിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടെങ്കിലും അതേപോലെ നമ്മൾ ആ പെർസെൻറ്റേജ് നമ്മൾ അതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഇനി എങ്ങനെയാണ് ഇത് ടാലി പ്രൈമിൽ റെക്കോർഡ് ചെയ്യുന്നത് നോക്കൂ. നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചറിൽ F7 ജേണലിലേക്ക് വന്നു. ജേണലിന് ആദ്യം ഔട്ട്പുട്ട് വാറ്റ് അത് 750. ഇവിടെ നിങ്ങൾക്ക് കാണാം 750 ആണെന്ന് കാണാം. ആ 750 ഞാൻ എൻ്റർ ചെയ്തു, അത് 0 ആയി. ക്രെഡിറ്റ് ഇൻപുട്ട് വാറ്റ് എന്ന് പറയുന്ന 600 ആണ്. ആ 600 കൊടുത്തു, അതും 0 ആയി. ഇനി വീണ്ടും ക്രെഡിറ്റ് വന്നു ഇല്ലേ? ആ ക്രെഡിറ്റിൽ നിന്നിട്ട് Alt C വാറ്റ് പേയബിൾ അണ്ടർ കറണ്ട് ലൈബിലിറ്റി സേവ് ചെയ്യുന്നു. അവിടെ 150 വരും, അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി നോക്കൂ, ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലൈബിലിറ്റിൻ്റെ അകത്ത് ആ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിൽ നിന്ന് ക്ലിയർ ചെയ്തു, വാറ്റ് പേയബിളിലേക്ക് വന്നു. നേരത്തെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിനകത്ത് 600ഉം 750 നിങ്ങൾ കണ്ടതാണ്, അത് മാറി വാറ്റ് പേയബിളിലേക്ക് വന്നു. ഇനിയാണ് വാറ്റ് പേയബിൾ പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. FI പേയ്മെൻറ്റിൽ പോവുക, വാറ്റ് പേയബിൾ 150, അപ്പോൾ അത് 0 ആയി. ക്യാഷ് ഓർ ബാങ്ക് എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, ദെൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വാറ്റ് പേയബിൾ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമ്മളൊരു സിമ്പിളായിട്ടുള്ള വാറ്റിൻ്റെ ഒരു ജേണൽ എൻട്രി പ്രോസസ്സ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും വാറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് Shihab's Academies Learn Tally Software in Simple Method.